അടുത്ത 7 ദിവസം നിനക്ക് അടുപ്പിച്ചാട്ടം ഉണ്ടെന്ന്. ഇത് പറഞ്ഞ പാതി പറയാത്ത പാതി ഇങ്ങനെ ഓടി വന്ന് എന്നോട് പറയുവാ, എടീ കണ്ടവന്റെ അടുപ്പിൽ പോയി ചാടി ചാവുന്നതിന് നല്ല അല്ലയോ നമ്മുടെ കിണറ്റിൽ വന്ന് വീഴുന്നെന്ന് പറഞ്ഞെടുത്ത് ചാടി. അല്ല യവ എന്തിനാ അടുപ്പിലെടുത്ത് ചാടേണ്ട കാര്യം എന്തേരെ? അടുപ്പിലെടുത്ത് ചാടേണ്ട കാര്യം എന്തേര്? എന്റെ പൊന്നു ചേട്ടാ, വിറക് കൂട്ടി വെച്ച് കത്തിക്കുന്ന അടുപ്പിനകത്തല്ല, അല്ലേ അടുപ്പിച്ച് കരകാട്ടം ഉണ്ടെന്നാ പറഞ്ഞത്. കേട്ടത് മാറിപ്പോയതിനകത്ത് എടുത്ത് ചാടി ചേട്ടാ. ഇങ്ങനെ ഉണ്ടാ മണ്ടന്മാര്. ഇങ്ങനെ ഒരു കുഴപ്പമില്ല. ഉച്ചയ്ക്ക് 1 മണിക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞ അവിടെ കിടന്നു കഴിഞ്ഞ പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് എഴുന്നേക്കും. നിന്നെക്കാട്ടിയോ കേട്ടി കിടക്കുന്നതിനാ നല്ലത്. മറിച്ച് അങ്ങോട്ടിട്ട് അവിടെ കിടക്കും, തിരിച്ച് ഇങ്ങോട്ടിട്ട ഇങ്ങനെ കിടക്കും. ഇങ്ങനത്തെ ഒരു മനുഷ്യനായി കിടക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എനിക്ക് സഹിക്കുന്നില്ല അണ്ണാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു വക പോലും കഴിച്ചിട്ടില്ല അണ്ണാ, ഒരു വക പോലും കഴിച്ചിട്ടില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഈ കിണറ്റിൽ കിടന്ന് വെള്ളം കുടിച്ചോണ്ട് കിടക്കുന്നത് പിന്നെ എന്തോന്ന് കഴിക്കാനാ? അങ്ങനല്ല, പിന്നെ ഞാൻ നേരം വെളുത്ത് ഇത്രയും സമയത്ത് ഒരു വക പോലും കഴിച്ചിട്ടില്ല. അല്ല പൊളിത്തിയ ഭാര്യ എന്നാ, നല്ല കൊള്ളാന്തരായിരുന്നാലും പൊളിത്തിയ ഭാര്യ. എന്നാ വർത്താനോ നിങ്ങൾ പറഞ്ഞേ? ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര സമയമായി? നിങ്ങൾ 2-3 മണിക്കൂറായോ ഇവിടെ കിടന്ന് തിരിഞ്ഞ് കറങ്ങുന്നല്ല? നിങ്ങൾ അതിനകത്തോട്ടൊന്ന് ഇറങ്ങിയോ? ഞാനൊരു ഓഫീസറാണ്. ഫയർഫോഴ്സ് പറയുന്നു, ഞാൻ ചെയ്യുന്നു, അത്രമാത്രം. അല്ലാതെ ഒരു ഓഫീസറിന്റെ മുഖത്ത് കയറി സംസാരിക്കരുത്. ഞാൻ നിങ്ങൾ ശമ്പളം പറ്റിയല്ല കഴിയുന്നത്, അറിയാമോ? അങ്ങനെ ഒരു ഓഫീസറെ കയറി എന്തോന്ന് സംസാരിക്കുന്നത്? ഒരു മര്യാദ വേണ്ട. സാറിന്റെ കല്യാണം കഴിഞ്ഞാണോ? സാറിന്റെ കല്യാണം കഴിഞ്ഞാണോ? ഇല്ല, കഴിഞ്ഞില്ല. ഫയർഫോഴ്സ് പറഞ്ഞില്ലായിരിക്കും. അതല്ല, ജാതകത്തിൽ ചെറിയ വിഷയമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ആലോചന. ഈ കിണറ്റി കിടക്കുന്നവന് മരിച്ചാ ഉണ്ടായില്ലെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ നമുക്ക് തങ്ങളെ ആലോചിക്കായി. ആലോചിക്കുന്ന കാര്യമാണോ പറഞ്ഞത്? ഈ മനുഷ്യനെ രക്ഷിക്കാൻ നിങ്ങൾ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണോ? ഇത് കണ്ടിട്ടൊന്നും മനസ്സിലായൊന്നില്ല. ഇത് കണ്ട ആ കിടക്കുന്ന കാരവാനല്ല, ഫയർഫോഴ്സിന്റെ വണ്ടിയാണ്. എന്നിട്ടും മനസ്സിലായില്ലേ സ്ത്രീയെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് തിരിഞ്ഞടിക്കുന്ന വെള്ളത്തിലോട്ട് ചാടി സാറേ. നിങ്ങൾ ഈ ആജ്ഞാപിക്കുന്നത് നിങ്ങൾ ആർത്താണ്? ഒരു ഓഫീസറിന്റെ മുഖത്താണ് നോക്കിയാണ് നിങ്ങൾ ആജ്ഞാപിക്കുന്നത്. എന്റെ മനുഷ്യ, ഇത്രയും സമയമായി നിങ്ങൾക്ക് അതിനകത്തൊന്ന് ഇറങ്ങി ചാടണം നിങ്ങൾക്ക് തോന്നിയോ? നിങ്ങൾ അങ്ങനെ സംസാരിക്കും. ഈ കിണറ്റിനകത്ത് മൊത്തം കാറാണ്, കണ്ടാൽ കാട് പോലെ ഇരിക്കുന്നു. ഞാൻ ഇറങ്ങിയ വല്ല പുലിയെ കരടിയെ പിടിച്ചു കഴിഞ്ഞാൽ എന്റെ വീട്ടുകാർക്ക് ഇല്ലാതാവൂലേ? വൃത്തിയായിട്ട് വർത്താനം അങ്ങനെ സംസാരിക്കുന്നത്. ഓഫീസർ മുമ്പ് സംസാരിക്കുമ്പോൾ ക്ലിയറായിട്ട് സംസാരിക്കണം. അതിന് മര്യാദ വേണമെന്ന് പറയും. മര്യാദ ഒരുമാതിരി പന്ന പറച്ചിലായി പോയി സാർ. ഞാൻ വിളിച്ചു വരുത്തിയതാ നിങ്ങളെ ഇങ്ങോട്ട്. ആണോ? അപ്പൊ നിങ്ങൾ വേണമായിരുന്നു അതിനകത്തോട്ട് ഇറങ്ങാനായിട്ട്. അങ്ങനെ പറയുന്നതിന് ഒരു നയം വേണ്ടേ? പറയുന്ന കാര്യത്തിന് നയം വേണ്ടേ? അപ്പൊ എനിക്ക് ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ല എന്നുള്ള ഒരു തോന്നലുണ്ട് നിങ്ങൾക്കല്ലയോ? അല്ല, അങ്ങനെ ചോദിക്കുകയും പറയാം. അതെന്തിനാ നമ്മളെ ഒരു കാര്യത്തിൽ? സാറേ ചോദിക്കും സാറേ, എന്റെ കെട്ടിയോനെ ഈ വെള്ളത്തിൽ കിടക്കുന്നു, ഞാനോട് ചോദിക്കും സാറേ. മിസ്റ്റർ കാക്കിധാരി, 1962 ഫയർഫോഴ്സ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. ഫയർഫോഴ്സ് വന്ന ശേഷം പൊതുജനത്തിന് സഹായം കിട്ടേണ്ടതാണ്. ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നമുക്ക് അധികാരമുണ്ട്, സർക്കാരുമായിട്ട് സംസാരിക്കാൻ അധികാരമുണ്ട്. അതിന് മറുപടി നിങ്ങൾ പറയേണ്ടി വരും. അല്ല, ഞാനേ മറുപടി പറയാൻ അങ്ങനെ. സാർ ആരാന്ന് മനസ്സിലായില്ല. ഞാൻ ഇവിടെ അടുത്തൊരു കരകാട്ടക്കാരുണ്ടല്ലോ, പുള്ളിയുടെ അടുത്ത് ഞാനാണ് വിളിച്ചു പറഞ്ഞത് അടുപ്പിച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച വെച്ച സെറ്റും അല്ല ഇതങ്ങാണ് ഇളകി തെറിച്ചു പോയി. നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തരുമോ? സാർ അങ്ങോട്ട് മറന്തി അയാള്. അപ്പൊ നിങ്ങളാണല്ലോ എന്റെ കെട്ടിയോനെ വിളിച്ചു പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ എന്റെ ഒറ്റ പേരിൽ അങ്ങാരിപ്പോ ഈ വെള്ളത്തിൽ കിടക്കുന്ന അറിയാമോ നിങ്ങൾക്ക്? കരകാട്ടക്കാരനാണോ വെള്ളത്തിൽ? പിന്നല്ലാതെ കരകാട്ടക്കാരനല്ലാതെ യവേന്ദ്രയുടെ ഈ കെട്ടിയെടുത്ത് ചാടിയത് ഇതിനകത്ത് ഇരുന്ന് കരകാട്ടം കളിക്കാൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആത്മഹത്യ ചെയ്യുന്ന തെറ്റാണ്. IP സെക്ഷൻ 320, IP സെക്ഷൻ 120, IPC സെക്ഷൻ 412 പ്രകാരം നിങ്ങൾ ജുഡീഷ്യറിയുടെ മുമ്പിൽ ഓച്ചാരിച്ച് നിൽക്കേണ്ടി വരും. പിന്മാതിലൂടെയാണ് ഫയർഫോഴ്സ് കയറിയത് അല്ലേ? എങ്ങനെ മനസ്സിലായി? അല്ലെങ്കിൽ ഇത്രയും നേരം സെക്ഷൻ പറയൂലേ, ഈ കെട്ടി കിടക്കുന്ന ആളിനെ എടുക്കുകയുള്ളൂ. അതിനകത്തോട്ട് മുങ്ങിപ്പോയെന്നൊക്കെ പറയുമോ സാറേ? ഞാൻ എന്റെ സംശയമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിനകത്ത് ഇറങ്ങി മൊത്തത്തിൽ തപ്പി നോക്കി, ആരും പോലും വിളിച്ചിട്ട് മിണ്ടുന്നില്ല. എനിക്ക് തോന്നുന്നത് ആ വെള്ളത്തിൽ കൂടെ അങ്ങ് താന്ന് പോയതെന്നാണ്. മുങ്ങിപ്പോയത് വെള്ളത്തിൽ പോയത്. എന്നെ വർത്താനം സാറേ അയാൾ പറഞ്ഞേ. എന്റെ കെട്ടിയോനെ പറ്റി തനിക്ക് അറിയാവോ? 10 വർഷം മുമ്പ് കന്നാസും കൊണ്ട് മീനച്ചിലാറ് നീന്തി കിടന്ന മനുഷ്യനാ എന്റെ കെട്ടിയോൻ. അയ്യോ, അപ്പൊ കണ്ണ് നീറത്തില്ലേ? എന്തിനാ? കന്നാസും കൊണ്ട് മീനച്ചാറി കിടന്ന് നീന്തി എന്ന് പറഞ്ഞു. അല്ല സാറേ, ഞാൻ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ല. നമ്മളീ കിണറ്റിൽ വീണുന്ന നമ്മുടെ ഒരു ഓഫീസറിൽ സംസാരിക്കുന്ന ഒരു മര്യാദ വേണ്ടി. എത്ര വന്നു സാറേ ഇത്? ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ, വന്നപ്പോഴേ ആട്ടുന്നു 10 പവന. അണ്ണാ കേറി വേണ്ട, അണ്ണാ കേറി വേണ്ട. അണ്ണന്റെ സ്പോൺസർ 10 പവന്റെ സ്വർണ്ണമായിട്ട് വന്നേക്കുന്ന കേറി വേണ്ട ഇങ്ങോട്ട്. എന്നാലും എന്റെ എണ്ണം വൈകുന്നേരം 4 മണിയാവുമ്പോഴത്തേക്ക് എന്റെ ദൈവമേ 4 പൊറോട്ട ഒരു ചിക്കൻ ഫ്രൈയും ആയിട്ട് കേറി വരും. എന്നിട്ട് അത് മൊത്തം സിനിമോളെ നീ കഴിക്കെന്നും പറഞ്ഞ് എനിക്ക് തന്നിട്ട് അതിന്റെ കൂടെയുള്ള ഗ്രേവിയുടെ ആ കവറിന്റെ അറ്റം അങ്ങോട്ട് പൊട്ടിച്ച് അതും കുടിച്ചോണ്ടൊരു മൂലക്കിരിക്കുവോ മനുഷ്യൻ. അറിയാമോ എന്തിയാടാ എന്റെ പൊറോട്ട ചിക്കൻ കറി?